ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സായുജിയൊക്കെ. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ക്ലോക്കാണ്. 12 മണിക്കൂർ സമയമുള്ള ഒരു ക്ലോക്കും 24 മണിക്കൂർ സമയമുള്ള ഒരു ക്ലോക്കും ഒരേ ക്ലോക്കിൽ തന്നെ എങ്ങനെ പഠിക്കാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. എല്ലാവർക്കും ഇത് വളരെ പ്രയോജനപ്രദമാകും. ഇതിനുവേണ്ടി ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് കേക്കിൻ്റെ കാർഡ്ബോർഡാണ്. അതിൽ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പേപ്പറോ ചാർട്ട് പേപ്പറോ ഉപയോഗിച്ചിട്ട് ഇതിനൊട്ടിച്ച് വെക്കാവുന്നതാണ്. ഞാനിവിടെ മഞ്ഞ കളറിലുള്ള ചാർട്ട് പേപ്പർ ഒട്ടിച്ച് ഇതിനെ മനോഹരമാക്കിയിരിക്കുന്നു. അതുകൂടാതെ ഇവിടെ 24 മണിക്കൂറുകളും ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ 24 മണിക്കൂറും ക്ലോക്കിൽ ഇങ്ങനെ രേഖപ്പെടുത്തുക. ഇതിനുശേഷം ഞാൻ വേറൊരു കളർ ചാർട്ട് പേപ്പർ ഉപയോഗിച്ച് ഈ വലിയതിനേക്കാൾ ഒരു ചെറിയ വൃത്തം മുറിച്ചെടുത്തു. അതിലേക്ക് ഒരു സൂചി മുറിച്ചെടുത്ത് അതിനെ ഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു ബോൾട്ട് ഉപയോഗിച്ചാണ് ഞാൻ ഇതിനെ ഘടിപ്പിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്മൽ ഉപയോഗിക്കാം. ഇത് ഞാനിനി വലിയ 24 മണിക്കൂറുള്ള ഈ ക്ലോക്കിലേക്ക് യോജിപ്പിക്കാൻ പോവുകയാണ്. ഇനി ഞാൻ ചെയ്തത് 12 മണിക്കൂർ ക്ലോക്കിൽ സമയം രേഖപ്പെടുത്തിയതാണ്. ഇതിൽ AM ഉം PM ഉം രണ്ടും കൊടുത്തിട്ടുണ്ട്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ 24 മണിക്കൂർ ക്ലോക്കിൽ 13 മണി ഉണ്ടെങ്കിൽ മറ്റേ 12 മണിക്കൂർ ക്ലോക്കിൽ അത് 1 മണിയായിട്ടാണ്. ഒരു മണിയാണ്. ഇപ്പോൾ 24 മണിക്കൂർ ക്ലോക്കിൽ 18 മണി എന്ന് എടുത്താൽ അത് 12 മണിക്കൂർ ക്ലോക്കിൽ എത്തുമ്പോൾ 6 PM ആവും. അതായത് ഈ വിടവിലൂടെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇനി ഇതിൽ നിന്ന് നമുക്ക് AM ഉം PM ഉം മനസ്സിലാക്കാൻ സാധിക്കും. ഇതിലിപ്പോൾ 24 മണിക്കൂർ ക്ലോക്കിലെ സമയം 12 മണിക്കൂർ ക്ലോക്കിലേക്ക് എങ്ങനെ മാറ്റുന്നതെന്ന് പെട്ടെന്ന് പഠിക്കാനും സാധിക്കും. നമ്മൾ ക്ലോക്ക് അപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.